ഹലോ, എന്തുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി പത്രമായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ ബാക്കിയുണ്ട് ആ ഒരു വീഡിയോയിൽ തന്നെ. അപ്പോൾ ഞാനത് വേറൊരു വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പിന്നെ പരസ്യത്തിൽ കാണണ പോലെയോ സെലിബ്രിറ്റികളെ വീടുകളിൽ കാണണ പോലെയോ ഒന്നും അല്ല അല്ലേ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. നോർമൽ എല്ലാവരുടെ വീട്ടിലെ ഫ്രിഡ്ജും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ആരും എന്നെ ചീത്ത പറഞ്ഞ് വരണ്ട, നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഫ്രിഡ്ജിൽ എനിക്ക് കൂടുതലും ചോറൊന്നും ഞാൻ ബാക്കി വെക്കലില്ല, വളരെ കുറവാണ്. പക്ഷെ കറികൾ ഒരു രക്ഷയില്ല, കറികൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. ബാക്കി വരുന്ന കറികളൊക്കെ ഇങ്ങനെ വയ്ക്കും, പിന്നെ പിറ്റേ ദിവസം എടുക്കാൻ മറക്കും, വേറെ കറി വയ്ക്കും. ആ കറി ബാക്കിയായിട്ടുണ്ടെന്ന് വെച്ചാൽ അതും കൊണ്ട് വയ്ക്കും. അത് ഓർമ്മയില്ല, ഓർമ്മ പശുക്ക് ഭയങ്കര കൂടുതലാണ്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ കൂടുതലും അതിൽ കാണണത് തൈര് അല്ലെങ്കിൽ പൊടികൾ, ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടല്ലോ, ആ സാധനങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കാം കേട്ടോ. അതായത് ഞാൻ 5 കിലോൻ്റെ ആയിരുന്നു ആ പണ്ടൊക്കെ വാങ്ങിച്ചിരുന്നത്. പിന്നെ ഞാൻ ഒരിക്കൽ വാങ്ങിച്ചപ്പോൾ അതിലുണ്ട് പുഴുക്കൾ വരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, ഈ 5 കിലോൻ്റെയൊക്കെ വാങ്ങിച്ചിട്ടേ. അപ്പോൾ ഞാൻ അതോട് കൂടി ആ പരിപാടി അവിടെ നിർത്തിയിട്ടാണ്. പിന്നെ ഞാൻ ഈ 2 കിലോൻ്റെയൊക്കെ വാങ്ങിക്കുള്ളൂ. 2 കിലോൻ്റെ വാങ്ങിച്ചാൽ ഞാൻ പുറത്ത് വെക്കില്ല, ഗോതമ്പിൻ്റെ പൊടിയൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ ആക്കിയിട്ടാണ് വെക്കാറുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ആ ഫ്രിഡ്ജിലുള്ളത്. പിന്നെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിപ്പോൾ കച്ചറിയായിട്ട് കിടക്കണമെന്ന് എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കറികളുണ്ട്, അതില്ലാതെ ഞാൻ പറയണില്ല. സോപ്പ് ഇട്ടിട്ട് അങ്ങനെ തുണിയിലൊക്കെ ആക്കിയിട്ട് ക്ലീൻ ചെയ്യണവരൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. നമ്മൾ സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ നല്ല തുണി എടുത്തിട്ട് അത് മുക്കി കഴുകി അങ്ങനെ തുടച്ച് വൃത്തിയാക്കി എടുക്കാറാണ് കേട്ടോ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ഞാൻ വേറെ എക്സ്ട്രാ ലിക്വിഡോ സോപ്പോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഈ ട്രേകളൊക്കെ ഞാൻ സാധാരണ നമ്മൾ പാത്രം ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ വെച്ചിട്ട് റോളറൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് ഞാൻ തേച്ചൊരച്ചിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വയ്ക്കുകയാണ് ചെയ്യുക. വല്ലാണ്ട് അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മാസത്തിൽ 2 വട്ടം ക്ലീനാക്കി വെക്കാറുണ്ട്. നമ്മൾ ഫുഡ് വെക്കണതല്ല എത്രയാണ്, കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നമ്മൾ ഫുഡ് വെക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ എനിക്ക് മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പൊടികളും സാധനങ്ങളൊക്കെ വെക്കണോണ്ടേ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യണതല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജൊക്കെ ഞാൻ മാക്സിമം എപ്പോഴും ക്ലീനാക്കി വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. പ്രഭി വരുന്നേക്കാട്ടും മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്താ, പിന്നെ അന്ന് എനിക്ക് വയ്യാണ്ടാവലും കാര്യങ്ങളൊക്കെ ആയോട് കൂടിയിട്ട് എനിക്ക് അതിനൊന്നും സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അന്ന് അതൊന്നും ചെയ്യാണ്ടിരുന്നത്. ഈ മീഷോയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കുറേ ഇങ്ങനെ ഫ്രിഡ്ജ് ഓർഗനൈസറും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ കുറേ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് വാങ്ങിക്കാൻ ഇന്ന് വരെ തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. കാരണം നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്കതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാനത് വാങ്ങിക്കാൻ മുതിർന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലാവശ്യമുള്ളതും അത് കുറേ കറികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടേ കളയായി പിടിക്കൊക്കെ വേണം. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ട് പിന്നെ ബാക്കിയൊക്കെ ഞാൻ കൊണ്ട് കളയാണ് കേട്ടോ ചെയ്തത്. ഇത് തൈരിന് കേട്ടോ. തൈര് ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കും. പിള്ളേർക്കാണെങ്കിലും എനിക്കാണെങ്കിലും തൈര് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം നമുക്ക് ഈ ശ്വാസം മുട്ടും ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് തൈരുണ്ടെങ്കിൽ പിന്നെ അതൊരുവിധ ആൾക്കാർക്കൊക്കെ അങ്ങനെ തന്നെയായിരിക്കും ഇഷ്ടമല്ലാത്തവരുണ്ടായിരിക്കും. പക്ഷേ തൈരും ഉപ്പും കൂട്ടിയിട്ട് ചോറിങ്ങനെ കുഴച്ച് പടച്ചിച്ച് തിന്നുമ്പോണ്ടല്ലോ അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഫോണിക്സ് എടുത്തു തുടങ്ങുന്ന വിജയൻ സാർ ഉണ്ടായിരുന്നു കേട്ടോ. വിജയൻ സാർ ഇതുപോലെ ഒരു ക്ലാസ്സിൽ നമുക്കിതുപോലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, പെൺകുട്ടികളായിരുന്നു, പിന്നെ സ്ത്രീകളല്ലല്ലോ, പെൺകുട്ടികൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും തൈര് കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് മാഷ് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഓർമ്മയുണ്ട് കേട്ടോ എനിക്ക്. അതെന്തിനാണെന്ന് ആൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ തൈര് കഴിക്കണം എന്ന് പറഞ്ഞ കാര്യം നമ്മൾ പിന്നെ മറക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു ഓർമ്മയുണ്ട്. അതെന്തിനാണെന്ന് അറിയുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. തൈരിനെ പോലെ തന്നെ ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവുന്ന ഒരു സാധനമാണ് മുട്ട എന്ന് പറയുന്ന സംഭവം. ഫുൾ ടൈം അത് ഇവിടെ എപ്പോഴും ഉണ്ടായിരിക്കും. വളരെ റയറായിട്ട് മാത്രമാണ് മുട്ട നമ്മുടെ വീട്ടിൽ ഇല്ലാതിരിക്കുള്ളൂ കേട്ടോ. കാരണം പിള്ളേർക്ക് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബേക്കറി വീട്ടിൽ വാങ്ങിച്ച് വെക്കാറില്ല. മുട്ട ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ എത്ര എണ്ണം തിന്നാം എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. കഴിക്കാം എന്നുള്ളത് എനിക്ക് അറിയില്ല. നമ്മൾ തിന്നാം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് പൊട്ട വേടായിട്ട് തോന്നുന്നവരുണ്ടായിരിക്കും. അതുകൊണ്ടാട്ടെ ഒന്ന് മാറ്റി പറഞ്ഞത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് തിന്നാന്നൊക്കെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഇവിടെ മുട്ട എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ പിള്ളേർക്ക് വേണമെന്ന് വെച്ചാൽ അവർ തന്നെ സ്വന്തമായിട്ട് ബുൾസൈ ഉണ്ടാക്കി ഓംലെറ്റ് ഉണ്ടാക്കി കുത്തിപ്പൊരിക്കുക എന്ത് ചെയ്തിട്ടാണെങ്കിലും അവരത് തന്നെത്താൻ എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുട്ട എപ്പോഴും സ്റ്റോക്ക് വയ്ക്കും. ചെറുപ്പത്തിൽ എനിക്ക് മുട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ വേറെ ഒന്നുമില്ലെങ്കിലും എനിക്കൊരു മുട്ടയുണ്ടെന്ന് വെച്ചാൽ ഞാൻ ചോറൊക്കെ നന്നായിട്ട് കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും എനിക്ക് അങ്ങനെ മുട്ടേനോടൊന്നും ഒരു താല്പര്യമില്ല എന്ന് പറയില്ലേ. പണ്ട് അത്രയും കഴിച്ചു കൂട്ടിയത് കൊണ്ടാണോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഓരോ ദിവസം ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ.
പണ്ട് മധുരം കുറേ കഴിക്കുമായിരുന്നു, ചോക്ലേറ്റ്സ് കുറേ കഴിക്കുമായിരുന്നു. ഇപ്പം അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ലഡു ജിലേബിയൊക്കെ ഞാനിങ്ങനെ കഴിച്ച് പേടയുണ്ടല്ലോ അതുപോലെ, ഇതൊക്കെ എത്ര കഴിക്കാമെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ ഇപ്പോൾ ഒന്നിനോടൊരു താല്പര്യമില്ലാത്ത പോലെയാണ്. എനിക്കിങ്ങനെ സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ നിന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഇഷ്ടമാവും എന്നൊന്നും എനിക്ക് അറിയില്ല. ഞാനിങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാതും ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്തതൊക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജ് നിങ്ങൾ മാസത്തിൽ ഒരു 2 വട്ടമെങ്കിലും എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ പറ്റില്ല വെച്ചാലും ബുദ്ധിമുട്ടുള്ളൊരു വർക്ക് ചെയ്യണവരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒരു വട്ടമെങ്കിലും ക്ലീൻ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളാണെങ്കിലും നമ്മുടെ കുഞ്ഞു മക്കളാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ എപ്പോഴും ആശ്രയിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്, കൂടുതൽ ആശ്രയിക്കേണ്ട എപ്പോഴും ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഫ്രീസറൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത്, മീനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിഭാഗം ഒന്ന് തുടച്ചു കൊടുക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒക്കെ എന്താ പറയുക, നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അടിഭാഗത്ത് മാത്രമാണ് ഈ എടുക്കുന്നതിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകുന്ന ഒരവസ്ഥയുള്ളൂ. അപ്പോൾ വൃത്തിയാക്കി വന്നപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ ഒന്നുമില്ല, ആ കറികളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ തന്നെയുള്ളൂ. അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞപ്പോൾ പിന്നെ ഫ്രിഡ്ജ് ഇപ്പോൾ ക്ലീൻ ആയിട്ടിരിക്കണേ കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയണ പോലെ പറയാണ്, വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.